സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ആൽവിൻ ഒരു നിമിഷം എടുക്കേണ്ടി വന്നിരുന്നു. അവൻ പെട്ടെന്ന് ചുറ്റുപാടും ഒന്ന് നോക്കി. ആരും കണ്ടിട്ടില്ലെന്ന് ഉറപ്പ് വരുത്തി. യൂണിഫോമിലുള്ള പോലീസുകാരനെ കൈവെക്കുന്നോടി അവൻ ദേഷ്യത്തോട് അവളോട് ചോദിച്ചു. പോലീസുകാരുടെ വായിലെ നാക്ക് ശരിയല്ലെങ്കിൽ ഇനി ഇതുപോലെ കിട്ടും. എന്ത് തോന്നിവാസവും കാണിച്ചിട്ട് അതിന് പോലീസ് യൂണിഫോം കൂട്ടുപിടിച്ചാൽ പോരാ. താൻ എന്താടോ കരുതിയത്? താൻ കുറെ പഞ്ചാരവാക്ക് പറഞ്ഞ് പുറകെ വന്ന് വിളിച്ചാൽ ഉടനെ തുണി അഴിച്ചു കൂടെ കിടക്കുമെന്നോ? അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. പക്ഷെ ആ കണ്ണുനീർത്തുള്ളിയെ പുറത്തേക്ക് വരാൻ അവൾ അനുവദിച്ചില്ല. തോറ്റുകൊടുക്കില്ലെന്ന പോലെ. അത് കാണിക്കെ അവനും വല്ലാതെയായി പോയിരുന്നു. ഇനി മേല ഇങ്ങനത്തെ വേഷം കെട്ടുമായിട്ട് എൻ്റെ പുറകെ വന്ന ക്ലാരമ്മച്ചയുടെ പൊന്നുമോൻ്റെ സ്വഭാവ ചരിത്രം മുഴുവൻ ഞാനങ്ങ് പറയും. അവർ വിഷമിക്കേണ്ട എന്ന് കരുതി മാത്രമാണ് തൻ്റെ വേലത്തരങ്ങളൊക്കെ ഞാൻ ആരോടും പറയാതെ നിൽക്കുന്നത്. അല്ലാതെ തൻ്റെ പഞ്ചാരവാക്കിൽ മയങ്ങിയത് കൊണ്ടല്ല. അതൊരവസരമായി മുതലാക്കി വീണ്ടും എൻ്റെ മാനത്തിന് വിലയിടാൻ വന്നാലുണ്ടല്ലോ. അവൾ അത് പറഞ്ഞു പിന്നിലേക്ക് നടന്നതും അവൻ അവൻ്റെ മുഖത്ത് കൈവച്ചു. ശേഷം അവൻ്റെ ചുണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞിരുന്നു. നിന്റെ തല്ലൊക്കെ ഒരു തലോടലാണ് പെണ്ണെ, അവൻ ചെറു ചിരിയോടെ ഓർത്തു. അവളടിച്ച് കവളിൽ ഒന്നുകൂടെ തലോടിയ ശേഷം ഒരു പുഞ്ചിരിയോടെ അവൾ പോയ വഴിയിലേക്ക് നോക്കി. ഇതാണ് പെണ്ണ്, നല്ല ഉശിരുള്ള പെണ്ണ്, അവൻ മനസ്സിൽ ഓർത്തു. അവൻ വീട്ടിലേക്ക് കയറി സെറ്റിയിലിരുന്നു. വെറുതെ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു വന്നതാണ്. മോശമായി പോയി. താൻ പറഞ്ഞതൊരല്പം കൂടിപ്പോയി എന്ന് തനിക്ക് തന്നെ അറിയാം. അവളുടെ ശരീരത്തോട് തനിക്ക് തോന്നിയ സ്നേഹമായിരിക്കാം അവളോട് താൻ പ്രകടിപ്പിച്ചത് എന്നായിരിക്കും ഒരുപക്ഷെ അവൾ ചിന്തിച്ചത്. ഒരു കൗതുകത്തിന് പിന്നാലെയാണ് അവളോട് വഴക്കുണ്ടാക്കി പുറകെ നടന്നത്. പക്ഷെ എപ്പോഴൊക്കെയോ തൻ്റെ രാത്രികളിൽ അവൾ തൻ്റെ സ്വപ്നങ്ങളിൽ കടന്നു വരാൻ തുടങ്ങി. അവൾ ഇടിച്ചു കയറിയത് തൻ്റെ നെഞ്ചിലേക്കായിരുന്നു. മറ്റൊരു പെണ്ണിനോടും തോന്നാത്തൊരിഷ്ടമാണ് അവളോട് തോന്നിയത്. പിന്നീട് എന്തോ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോകാൻ അവന് തോന്നിയില്ല. നല്ല ഉന്മേഷം തോന്നാത്തത് കൊണ്ട് അവൻ ഭക്ഷണം കഴിക്കാതെ മുകളിലേക്ക് പോയി. അവൻ മുകളിലേക്ക് പോകുന്നതും ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും ഒക്കെ അവൾ അറിയുന്നുണ്ടായിരുന്നു. മുറിയിലേക്ക് ചെന്നതും അവൻ കബോർഡിൽ നിന്നും ഒരു വിസ്കി ബോട്ടിൽ എടുത്തു. ക്ലാര എഴുന്നേറ്റ് വന്നപ്പോഴേക്കും ജാൻസി മുഖത്തെ ഭാവം സമർത്ഥമായി ഒളിപ്പിച്ചു. അവൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവരവളുടെ അരികിലേക്ക് വന്നു. ആൽവി വന്നോ മോളെ? അവർ സ്നേഹപൂർവ്വം അവളോട് തിരക്കി. മുകളിലത്തെ മുറിയിലുണ്ടെന്ന് തോന്നുന്നു. അവൾ വേറെ എവിടെയോ ദിഷ്ടി ഉറപ്പിച്ചു പറഞ്ഞു. എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു. അവൻ വല്ലതും കഴിച്ചിരുന്നോ? ഒന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു. ഭക്ഷണം എടുക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. ചിലപ്പോൾ അവൻ അങ്ങനെയാ. ഫ്രിഡ്ജിനകത്തെ കുറച്ച് മുള്ളാത്ത ചക്ക ഇരിപ്പുണ്ട്, അവന് ഭയങ്കര ഇഷ്ടമാണ്. നീ അതൊന്ന് അവൻ്റെ മുറിയിലേക്ക് കൊടുക്കാവോ? എനിക്ക് ഭയങ്കര തലവേദന. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഒരു വേള എങ്ങനെയാണ് താൻ കൊടുക്കാൻ പറ്റില്ലെന്ന് അവരോട് പറയുന്നതെന്ന് ഓർത്ത് അവൾ നിന്നു. പിന്നെ എന്തു വരട്ടെ എന്ന് കരുതി ഫ്രിഡ്ജിൽ നിന്നും ചക്കയും എടുത്തൊരു സ്പൂണും എടുത്തുകൊണ്ട് അവൾ മുകളിലേക്ക് കയറി. കുറേ പ്രാവശ്യം കൊട്ടിയതിനു ശേഷമാണ് വാതിൽ തുറന്നത്. വാതിൽക്കൽ അവനെ കണ്ടതും അവൾ നോക്കിയില്ല. പുറത്ത് ജാൻസിയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടരുന്നുണ്ടായിരുന്നു. ഉറക്കമായിരുന്നുവെന്ന് അവൾക്ക് തോന്നി. അവൻ്റെ മുഖഭാവം കണ്ടപ്പോൾ അങ്ങനെ തോന്നിയിരുന്നു. എന്താണെന്ന് അവൻ മുഖം കൊണ്ട് അവളോട് ആംഗ്യം കാണിച്ചു. അവൾ കയ്യിലിരുന്ന ട്രേ ആ നിമിഷം ഉയർത്തി കാണിച്ചു. അവിടേക്ക് വെച്ചേക്ക്. മേശ ചൂണ്ടി അവൻ അവളോട് പറഞ്ഞു. അവൾ അകത്തേക്ക് കയറി. വച്ചിട്ട് പോകാനായി നടന്നപ്പോൾ പോകുന്നതിന് മുൻപ് ആൽവിൻ വാതിൽ ചാരി കുറ്റിയിട്ടിരുന്നു. എന്തിനാ ഡോറടച്ചത്? മാറി നിൽക്ക്, അവൾ ദേഷ്യത്തോട് അവനോട് പറഞ്ഞു. അവൻ മിണ്ടാതെ കൈകെട്ടി നിന്നു. ഞാൻ ഒച്ചയുണ്ടാക്കും, തുറക്കാൻ അവൾ അവനോട് പറഞ്ഞു. അവൻ ചിരിയോടെ കൈകെട്ടി അവളുടെ ഓരോ മുഖഭാവങ്ങളും ഒപ്പിയെടുത്തുകൊണ്ട് നിന്നു. നീ ഒച്ചയുണ്ടാക്കടി. ആരൊക്കെയാണ് വരുന്നത് നോക്കട്ടെ. വരുന്നവരോട് മറുപടി പറയാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. ആരേലും ഒന്ന് അറിഞ്ഞാൽ എളുപ്പമായി. അവൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു. എന്നെ കൈനീട്ടി അടിച്ചിട്ട് ഇവിടുന്ന് വെറുതെ ഇറങ്ങിപ്പോവാന്നാണോ നീ കരുതിയത്? അവൻ ദേഷ്യത്തോടെ മുണ്ടുമടക്കി കുത്തി അവൾക്ക് നേരെ വരുന്നത് കണ്ടപ്പോൾ ഒരു വേള അവൾക്ക് ഭയം തോന്നിയെങ്കിലും അത് അവളുടെ മുഖത്ത് കാണിക്കാതെ ധൈര്യപൂർവ്വം അവിടെ തന്നെ നിന്നു. അവൻ അടുത്തേക്ക് വന്നതും അവൾ അല്പം പുറകിലേക്ക് മാറി. അവൻ അവളുടെ ഇടുപ്പിൽ കൈ ചേർത്ത് അവളെ അവനോട് നേരെ അടുപ്പിച്ചു. ഒരു വട്ടം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അവൾ അവനെ പിടിച്ച് തള്ളാൻ ശ്രമിച്ചെങ്കിലും അവൻ അതിനൊരു അവസരം നൽകാതെ അവളുടെ രണ്ട് കൈകളിലും മുറുക്കി പിടിച്ച് അവളുടെ അധരങ്ങൾ കവർന്നിരുന്നു. അവൾ പലവട്ടം എതിർക്കാൻ ശ്രമിച്ചെങ്കിലും ആ എതിർപ്പുകളെയെല്ലാം അവൻ പൂർണ്ണമായും തിരസ്കരിച്ചിരുന്നു. ആവേശത്തോടെ അവൻ വീണ്ടും അവളുടെ അധരങ്ങൾ സ്വന്തമാക്കി. ഇരുമ്പിൻ്റെ രുചി നാവിൽ അവൻ അനുഭവപ്പെട്ട നിമിഷം അവൻ അവളിൽ നിന്നും പിടഞ്ഞു മാറിയിരുന്നു. അവൾ ചുണ്ടിലേക്ക് തൊട്ടു നോക്കി.
അവൻ്റെ മുഖത്തെ വിജയച്ചിരി കണ്ടപ്പോൾ തന്നെ മനഃപൂർവ്വം വേദനിപ്പിച്ചതാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ ദേഷ്യത്തോട് അവനോട് എന്തോ പറയാൻ തുടങ്ങിയതും അവൻ കൈയുയർത്തി വേണ്ടെന്ന് കാണിച്ചു. എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നീ സംസാരിച്ചാൽ മതി. ശരിക്കും നീ കേട്ടോ, നിന്റെ ശരീരത്തിൻ്റെ അങ്കലാവണ്യം കണ്ട് നിന്നെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചതല്ല ഞാൻ. പക്ഷേ ഇപ്പോൾ എനിക്കൊരു വാശിയാ. നീ കൈനീട്ടി എൻ്റെ മുഖത്തടിച്ചതാണ്. ആ കവളിൽ നിന്നെക്കൊണ്ട് ഞാൻ തലോടിക്കും. അരമനയിൽ ആൽബിൻ ആൻ്റണിയുടെ ഭാര്യയായി നീ ഈ മുറിയിൽ എന്നോടൊപ്പം ഇവിടെ കഴിയും. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും. അതിൻ്റെ ഒരു അടയാളമാണ് ഇപ്പോൾ ഞാൻ നിനക്ക് തന്നത്. ഒരു വേദനയോടെ നീ എന്നെ ഓർക്കണം. തീർന്നിട്ടില്ല. നിന്നെ സ്വന്തമാക്കി അന്ന് തന്നെ പറ്റുമെങ്കിൽ നിനക്കൊരു കൊച്ചിനെ കൂടി അങ്ങ് തരും. അതാണ് നിന്നോട് എനിക്കുള്ള പ്രതികാരം. ഇനി പൊയ്ക്കോ. അവൻ മുറി തുറന്നു. അവൾക്ക് വഴി മാറിക്കൊടുത്തു. ദേഷ്യം കൊണ്ടോ സങ്കടം കൊണ്ടോ ഒക്കെ അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കാഴ്ച മറയ്ക്കുന്നുണ്ടായിരുന്നു. അടുക്കളയിലേക്ക് ചെന്ന് അവൾ വാഷ് ബേസിന് മുൻപിൽ നിന്നുകൊണ്ട് കണ്ണാടിയിൽ നോക്കി. ചുണ്ടുകൾ പൊട്ടിയിട്ടുണ്ട്. നേരിയ നൊമ്പരം അനുഭവപ്പെടുന്നുണ്ട്. ആദ്യമായി തൻ്റെ ശരീരത്തിൽ തൊട്ട പുരുഷൻ, തൻ്റെ ആദ്യ ചുംബനം, ആ ഓർമ്മയെ അറിയാതെ അവളെ ഒന്ന് പുളകിതയാക്കിയിരുന്നു. അറിയാതെയാണെങ്കിലും മനസ്സിനൊരു ചാഞ്ചാട്ടം തട്ടുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. അവൻ്റെ സാമീപ്യം തന്നെ കീഴടക്കുന്നു. അവൻ്റെ വാക്കുകൾ കാതിൽ അലയടിച്ചു കൊണ്ടിരിക്കുന്നു. അരമനയിൽ ആൽബിൻ ആൻ്റണിയുടെ ഭാര്യയായി നീ മുറിയിൽ എന്നോടൊപ്പം ഇവിടെ കഴിയും. അതവളെ ചുട്ടുപൊള്ളിക്കുന്നതായി അവൾക്ക് തോന്നി. ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് അവൾ തലവേദനയാണെന്ന് ക്ലാരയോട് പറഞ്ഞ് നേരത്തെ ഇറങ്ങി. ആൽവിൻ്റെ അവസ്ഥയും വിവേചിച്ചറിയാത്ത ഒന്നായിരുന്നു. ആദ്യമായാണ് ഒരു പെൺകുട്ടിയോട് ഇങ്ങനെയൊരു താല്പര്യം തോന്നുന്നത്. ഒരുപാട് പെൺകുട്ടികളെ കണ്ടിട്ടുമുണ്ട്, ഒരുപാട് പേരോട് ഇഷ്ടം പറഞ്ഞിട്ടുമുണ്ട്, അത്യാവശ്യം കുറേ പേരെ വായി നോക്കിയിട്ടുമുണ്ട്. പഠിക്കുന്ന കാലത്ത് 2-3 പ്രേമമൊക്കെ ഉണ്ടായിരുന്നു താനും. പക്ഷെ അതൊക്കെ ഒരു ടൈം പാസ് ആയിരുന്നു. ഇങ്ങനെ ആഴത്തിലൊരു പെണ്ണ് ചങ്കിലേക്ക് കയറുന്നത് ഇതാദ്യമായാണ്. സ്വന്തമാണെന്ന് പലപ്പോഴും തോന്നുന്നത് പോലെയുള്ളൊരു ഇഷ്ടമായിരുന്നു അവളോട്. കാരിരുമ്പിൻ്റെ കരുത്തുള്ള ഒരു പെണ്ണിൻ്റെ മനസ്സ്. അങ്ങനെ ഒരു പെണ്ണിനോട് തോന്നുന്ന കൗതുകമായിരുന്നു ആദ്യം. ആ കൗതുകമായിരുന്നു എല്ലാത്തിനും തുടക്കം. പിന്നീട് എപ്പോഴൊക്കെയോ അവൾ തൻ്റെ മനസ്സിൻ്റെ കുടികിടപ്പവകാശം തീരെഴുതി വാങ്ങുന്ന അവസ്ഥയിലേക്ക് മാറിയിരുന്നു. അറിയാതെ നാവിൽ നിന്നും വന്നുപോയതാണ്. പക്ഷേ അവളെ താൻ അത്രയും ഇഷ്ടപ്പെടുന്നുമുണ്ട്, സ്വന്തമാക്കാൻ കൊതിക്കുന്നുമുണ്ട്. അവൾ തല്ലിയ കവിളിണയിൽ ഒന്നുകൂടി അവൻ തലോടി. ആൽവിൻ, നീ പ്രണയത്തിലാണ്. അവൻ ആ കണ്ണാടിയിലേക്ക് നോക്കി സ്വന്തം പ്രതിരൂപത്തിനോട് പറഞ്ഞു. ആൽവിൻ ആൻ്റണിയുടെ ഭാര്യയായി അവൾ തന്നെ വരുത്തും. ചിരിയോടെ അവൻ പറഞ്ഞു. ശേഷം അവളുടെ മുഖം മനസ്സിലേക്ക് ആവാഹിച്ചു. ഫോൺ ഓണാക്കി അതിൽ നിന്നും മ്യൂസിക് പ്ലെയറിൽ നിന്നും ഗാനം ഒഴുകിക്കൊണ്ടിരുന്നു. വീട്ടിലേക്ക് ചെന്നപ്പോഴും അവൾക്ക് ഒരു കാര്യത്തിലും ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആദ്യ ചുംബനത്തിൻ്റെ ലഹരിയിൽ തന്നെയായിരുന്നു ആ നിമിഷം അവളും. എന്തുകൊണ്ടാണ് അവൻ്റെ മുൻപിൽ താൻ തളർന്നു പോകുന്നത്? ഉരുളയ്ക്ക് ഉപ്പേരി പോലെ എല്ലാവരോടും മറുപടി പറയുന്ന തനിക്കെന്താണ് അവൻ്റെ മുൻപിൽ മാത്രം വായടഞ്ഞു പോകുന്നത്? ഏതൊരു പെണ്ണിനെയും പോലെ അവൻ്റെ വാക്കുകളിൽ താൻ കുടുങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ തൻ്റെ ശരീരത്തിൽ തൊടാൻ പോലും അവന് ധൈര്യം വന്നിരിക്കുന്നത്. ഹൃദയം അവനൊരു സ്ഥാനം നൽകാൻ ആഗ്രഹിക്കുന്നു. വാക്കുകൾ കൊണ്ട് തന്നെ നിശബ്ദയാക്കുന്നവൻ. അയാൾക്ക് മുൻപിൽ നിൽക്കുമ്പോൾ തന്നിലൂടെ കടന്നു പോകുന്ന തീവ്രവികാരത്തിൻ്റെ പേര് തനിക്ക് തിരിച്ചറിയാൻ അറിയില്ല. ഇല്ല, ഇതിനിയും ഇങ്ങനെ തുടർന്നുകൊണ്ടു പോകാൻ പാടില്ല. അവൾ മനസ്സിലോർത്തു. ഓരോന്നോർത്തുകൊണ്ട് അവൾ പിന്നാമ്പുറത്തെ അടുക്കളവാതിലിനരികിലുള്ള തിണ്ണയിൽ വന്നിരുന്നു. എന്തുകൊണ്ടോ അവളുടെ മിഴികൾ നിറഞ്ഞു വരാൻ വെമ്പൽ കൊണ്ടു. പക്ഷേ മനസ്സതിന് തടസ്സം നിൽക്കുന്നു. ഇല്ല, കരയാൻ പാടില്ല, തളർന്നു പോകാൻ പാടില്ല, അവൾ സ്വയം പറഞ്ഞു. പലവട്ടം തന്നോട് ഒരുപാട് വഷളത്തരങ്ങൾ പറഞ്ഞ് പിന്നാലെ കൂടിയിട്ടുണ്ടെങ്കിലും ഒരിക്കലും അവൻ്റെ കണ്ണിൽ ഒരു മോശം അർത്ഥം കാണാൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല. തന്നെ മോശം രീതിയിൽ അവൻ നോക്കുന്നതായി തനിക്ക് തോന്നിയിട്ടില്ല. എല്ലാം തന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അവൻ പറയുന്നതെന്നാണെന്ന് തന്നെയായിരുന്നു ഇന്നലെ വരെ താൻ വിശ്വസിച്ചിരുന്നത്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് അങ്ങനെ പറഞ്ഞപ്പോൾ അവനതുപോലെയാണോ തന്നെ കണ്ടതെന്ന് തോന്നിയത് കൊണ്ടാണ് കൈനീട്ടി അടിച്ചത്. പക്ഷെ ഇപ്പോൾ അവനോട് ദേഷ്യം തോന്നുകയാണ്. പക്ഷേ അത് ഹൃദയം കണ്ടുപിടിച്ച മനസ്സിൻ്റെ വെറും കള്ളത്തരം മാത്രമാണെന്ന് അവൾക്ക് തോന്നി. ഉള്ളിൽ അവനോട് ദേഷ്യം തോന്നുന്നില്ല. അവനെപ്പറ്റി ചിന്തിക്കുമ്പോൾ സുഖമുള്ളൊരു കുളിര് തന്നെ വലയം ചെയ്യുന്നത് പോലെ. എന്താണ് തനിക്ക് സംഭവിക്കുന്നത് എന്ന് അവളോട് തന്നെ സ്വയം ചോദിച്ചു. ആ നിമിഷം വീണ്ടും അപ്പുറത്തെ വീട്ടിലെ ടേപ്പ് റെക്കോർഡറിൽ നിന്നും ഗാനം ഒഴുകി വന്നിരുന്നു. ആ വരികൾ കേട്ടപ്പോൾ എന്തുകൊണ്ടോ അവളുടെ മനസ്സിൽ ആൽവിൻ്റെ ചിരിക്കുന്ന മുഖം തെളിഞ്ഞു വന്നു. തുടരും. അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.